ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ടെഡി ബാറിൻ്റെ ബേബി സോപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോപ്പാണ് ടെഡി ബാറിൻ്റെ ബേബി സോപ്പ്. അവൾക്ക് 1 വയസ്സ് വരെ സെബാമെഡിൻ്റെ സോപ്പായിരുന്നു യൂസ് ചെയ്തത്. 1 വയസ്സിന് ശേഷം സെറ്റാഫിലും മാമാർത്തും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ടെഡി ബാറിൻ്റെ സോപ്പാട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ബേബി സോപ്പാണ്. ഇത് ഞാൻ മേടിച്ചത് മെഡിക്കൽ ഷോപ്പിൽ നിന്നാട്ടോ ഈ ഒരു സോപ്പ് മേടിച്ചത്. ഇത് 75 ഗ്രാം ക്വാണ്ടിറ്റി വരുന്ന ഒരു സോപ്പാണ്. ഇതിൻ്റെ പ്രൈസ് 209 രൂപയായിരുന്നു. നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഈ ഒരു സോപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ചുകൂടെ റേറ്റ് കുറച്ച് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സോപ്പ് ഈ ഒരു പിങ്ക് കളറിലാട്ടോ ഈ ഒരു സോപ്പ് വരുന്നത്. ഇതിൻ്റെ സ്മെല്ലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൈൽഡായിട്ടുള്ള സ്മെല്ലാണ്. നല്ല മണം കേട്ടോ ഈ ഒരു സോപ്പിന്. നമ്മൾ ചില ബേബി സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചൊരു സ്മെല്ലൊന്നും കാണില്ല. എന്നാൽ ഒരുപാട് സ്മെല്ലുള്ള സോപ്പ് കുഞ്ഞിന് യൂസ് ചെയ്യരുത്, അതിൽ കെമിക്കൽ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു സോപ്പിൻ്റെ കൂടെ ഈ ഒരു ട്രേയും വരുന്നുണ്ട് കേട്ടോ. നമുക്കത് സോപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേയും ഈ ഒരു സോപ്പിൻ്റെ കൂടെ വരുന്നുണ്ട്. ഈ ഒരു സോപ്പ് യൂസ് ചെയ്തിട്ട് കുഞ്ഞിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവുന്നുണ്ട്. നല്ല സ്മെല്ലാണ്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല മണമുള്ളൊരു സോപ്പാട്ടോ ഇത്. പിന്നെ ഈ സോപ്പ് നമുക്കിങ്ങനെ പെട്ടെന്ന് മെൽറ്റായി പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചില ബേബി സോപ്പാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് ഒരു 1 വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് സോപ്പ് ഇങ്ങനെ അലിഞ്ഞു പോകും. ഇതങ്ങനെ പെട്ടെന്ന് മെൽറ്റാവുന്ന പോലെ തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ മോൾക്ക് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ലൊരു ബേബി സോപ്പാട്ടോ ഇത്. കുഞ്ഞിൻ്റെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ ഡ്രൈ ആയിട്ട് തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല ഈ ഒരു സോപ്പ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ബൈ.